ഈ മജ്ലിസിൽ ഏതൊക്കെ കരുതി ഇവിടെ ഇരുന്നവരുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായത് നൽകുമാറാവട്ടെ. ഈ മജ്ലിസിൽ വന്ന രോഗികൾക്ക് അല്ലാഹു കാമിലായ ശിഫയും സലാമത്തും നൽകട്ടെ. ഈ മജ്ലിസിൽ വന്ന കടമുള്ളവർ അവരുടെ കടം അവരെ അറിയാതെ വഴിയിൽ തന്നെ അല്ലാഹു തആല വീട്ടി കൊടുക്കട്ടെ. ഈ മജ്ലിസിൽ വന്ന ജോലിയില്ലാത്തവർക്ക് അത്ഭുതമുള്ള ജോലി അല്ലാഹു തആല നൽകട്ടെ. മക്കളില്ലാത്തവർ ഈ മജ്ലിസിൽ വന്നിട്ടുണ്ടെങ്കിൽ മക്കളാകുന്ന നിഅമത്ത് അല്ലാഹു തആല നൽകട്ടെ. കല്യാണ പ്രായമെത്തി നിൽക്കുന്ന മക്കളെ വിഷയത്തിൽ ഇവിടെ വന്നവർക്ക് മക്കൾക്ക് നല്ല നല്ല ഇണയെ അല്ലാഹു തആല നൽകട്ടെ. ഇവിടെ വന്നവർ നേർച്ചയാക്കിയവർ ഈ മജ്ലിസിലേക്ക് വളരെ വിദൂര സ്ഥലത്ത്, ഞാൻ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടുന്ന് ഇവിടത്തേക്ക് വരാൻ 1 മണിക്കൂറിലേറെ യാത്ര ചെയ്യണം. 40-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ആ സാധുക്കൾ ഈ മജ്ലിസിലേക്ക് വരുന്നത്. ഞാൻ വല്ലാത്ത സന്തോഷിക്കുന്നതോടൊപ്പം അത്ഭുതം തോന്നിപ്പോയി. ഒരു മജ്ലിസ് പോലും മടങ്ങാതെ ഇവിടെ വന്നവർ എങ്ങനെയാ റബ്ബ് കൈവിടുക? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ചവരെ ആരാ കൈവിടുക? മുത്തുനബി പറഞ്ഞൊരു വാക്ക്, നമ്മുടെ കയ്യിൽ അമലില്ല, നമ്മുടെ കയ്യിൽ ഇൽമില്ല, നമ്മുടെ കയ്യിൽ ഇബാദത്തില്ല. ഹബീബിന്റെ ഒരു വാക്ക്, ഏത് വാക്കെന്നറിയുമോ? മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ മഹബത്ത് വെച്ചവൻ, എന്നെ ഇഷ്ടം വെച്ചവൻ, എന്നെ സ്നേഹിച്ചവൻ, എന്നെ പ്രേമിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്.